നമ്മൾ ഇന്നൊരു വീഡിയോ ആണ് നോക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ PC-യിലും നമ്മുടെ ലാപ്ടോപ്പിലും ഇന്റർനെറ്റ് കിട്ടുന്നില്ല എന്നൊരു കമന്റ്സ് കുറേ അധികം എനിക്ക് കിട്ടുന്ന കമന്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു ബേസിക് ചെക്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളത്. ഉറപ്പ് പറയുന്നില്ല എല്ലാം ഫിക്സ് ആവുന്നുള്ളത്, ബട്ട് നമുക്ക് കൂടുതലും നമ്മുടെ ഇഷ്യൂസ് എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അതെങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് പോകേണ്ടുന്നത് നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ അഡാപ്റ്ററിലോട്ട് പോകണം നമ്മൾ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ ചാർട്ട് എടുക്കാം, ഇവിടെ റൺ എന്ന് കൊടുക്കാം, റൺ ഓപ്പൺ ചെയ്യാം. nppa.cpl ഇത് ഷോർട്ട് കട്ട് ആണ്, അല്ലാതെ നിങ്ങൾക്ക് ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് എടുത്തിട്ട് പോകാൻ പറ്റും. ഓപ്പൺ നെറ്റ്വർക്ക് ആൻഡ് ഇന്റർനെറ്റ് എടുത്തിട്ട് നമുക്ക് ചേഞ്ച് അഡാപ്റ്റർ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതുവഴി നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഈ ഒരു ncpa.cpl എന്നുള്ള ഷോർട്ട് കട്ട് എടുക്കാം, ഓക്കെ കൊടുക്കാം. ഇപ്പൊ ഇത് നമ്മുടെ ഈ ഒരു പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്സ് ആണ് ഇതെല്ലാം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഇൻപുട്ട് കിട്ടുള്ളൂ. ഈ ഒരു നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രം. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻബിൽട്ട് ആയിട്ടുണ്ട് ലാപ്ടോപ്പിൽ. ഡെസ്ക്ടോപ്പിൽ ലാൻ ആയിരിക്കും ഉള്ളത്. വൈഫൈ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈഫൈ അഡാപ്റ്റർ 500 രൂപ താഴെയുള്ള ഒരു വൈഫൈ അഡാപ്റ്റർ മേടിച്ച് USB കണക്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈഫൈ കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത് വൈഫൈ സെറ്റിംഗ്സ് ആണ്. ഞാൻ വൈഫൈ ആണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ വൈഫൈ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് വൈഫൈ അഡാപ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ഫിസിക്കൽ ഒരു അഡാപ്റ്റർ കാണും. നിങ്ങൾക്ക് ലാൻ കേബിൾ കണക്ട് ചെയ്യുന്നത് അത് ഇതായിരിക്കും. ഞാനത് ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈതർനെറ്റ് അഡാപ്റ്റർ എന്ന് പറയും റിയൽ ടെക്കിന്റെ. അപ്പോൾ നമുക്ക് ഇതിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4 കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്റർനെറ്റ് വേർഷൻ പ്രോട്ടോകോൾ 6 ഉണ്ട്. മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്നത് 4 ആയതുകൊണ്ട് നമുക്ക് 4 സെലക്ട് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ഇവിടെ എല്ലാം ബ്ലാങ്ക് ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഒബ്റ്റെയിൻ IP അഡ്രസ് ഓട്ടോമാറ്റിക്കലി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒബ്റ്റെയിൻ DNSable ഓട്ടോമാറ്റിക്കലി കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും എപ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കൊടുക്കുന്നതായിരിക്കും സേഫ് എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മോഡത്തിലെ DHCP പ്രോട്ടോകോൾ അസൈൻ ചെയ്യുന്ന IP നിങ്ങളുടെ മോഡത്തിൽ ഒരു DHCP പ്രോട്ടോകോൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതിനൊരു 192.168.1 തൊട്ട് 192.168.1.2 തൊട്ട് ഒരു 255 വരെയുള്ള IP റേഞ്ച് ആ DHCP പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവറി ടൈം ഏതൊരു സമയത്തും നമ്മുടെ സിസ്റ്റം ഓഫായിട്ട് ഓൺ ആകുമ്പോഴും ഓരോ സമയം പുതിയ IPകൾ നമ്മുടെ സിസ്റ്റത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഡെയിലി IP ചേഞ്ച് ആവും. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം ഞാൻ എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റ് നിങ്ങളുടെ സ്റ്റാർട്ട് റൺ എടുത്തിട്ട് നിങ്ങൾ CMD ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ IP config ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങളുടെ കാണാം, ഇതാണ് നിങ്ങളുടെ വയർലെസ് LAN അഡാപ്റ്റർ. ഇത് നിങ്ങൾക്ക് കാണാം, ഇവിടെ 192.168.0.147 എന്നൊരു IP ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിന് അസൈൻ ആയിട്ടുണ്ട്. അത് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു IP നമ്മളോട് കൊടുത്തിട്ടില്ല. ഇത് എടുത്തേക്കുന്നത് DHCP സെർവർ ഡൈനാമിക്കലി അസൈൻ ചെയ്തിരിക്കുന്ന ഒരു IP അഡ്രസ് ആണ്. അപ്പോൾ ഇതുപോലെ എവറി ടൈം നമ്മുടെ മോഡം റീസ്റ്റാർട്ട് ആവുകയാണെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആവുകയാണെങ്കിലും നമ്മുടെ IPകൾ കീപ്സ് ചേഞ്ചിങ് ആണ്, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു മെത്തേഡാണ്. അതല്ല നിങ്ങൾക്കൊരു സ്റ്റാറ്റിക് IP നിങ്ങളുടെ കമ്പ്യൂട്ടറിന് സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാനേ ഉള്ളൂ. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു IP റേഞ്ച് കണ്ടില്ലേ, 0. ഈ ഒരു IP റേഞ്ചിനുള്ളിൽ വരുന്ന 0 തൊട്ട് 1 to 2 തൊട്ട് 255 വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് മാനുവൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ദ ഫോളോയിങ് IP അഡ്രസ് എന്ന് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട്, ഇപ്പോൾ എൻ്റെ IP റേഞ്ച് 0 ആയതുകൊണ്ട് ഞാൻ 192.168.0 കൊടുക്കാം. ഇവിടെ 0 കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ടാബ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഒരു IP കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 158 കൊടുത്തു. അപ്പം ഞാനൊരു റാൻഡം IP അഡ്രസ് കൊടുത്തു. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു IP നിങ്ങളുടെ ഡിവൈസ് നിങ്ങളുടെ വയർലെസ് നെറ്റ്വർക്കിൽ ഈ സെയിം IP ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റ് വരും, ഇന്റർനെറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് കൊടുക്കാം. ഇവിടെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീഫോൾട്ട് ഗേറ്റ് വേ ഇതായിരിക്കും. നിങ്ങളുടെ ഡീഫോൾട്ട് ഗേറ്റ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റൗട്ടറിന്റെ അല്ലെങ്കിൽ മോഡത്തിന്റെ അഡ്രസ്, നമ്മുടെ മോഡത്തിന്റെ അല്ലെങ്കിൽ റൗട്ടറിന്റെ പേജ് ഉണ്ടല്ലോ, സെറ്റിംഗ്സ് പേജ് ആക്സസ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു അഡ്രസ് ആണിത്. അപ്പോൾ ഇവിടെ 192.168.0.1 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് കിട്ടും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ IP ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. നിങ്ങൾക്ക് ഒരു സെയിം IP തന്നെ യൂസ് ആവും. ഈ IP വേറൊരു
ഡിവൈസിനും ഇത് അലോക്കേറ്റ് ചെയ്യില്ല നെക്സ്റ്റ് ടൈം. അതുകൊണ്ട് ഈ ഒരു IP സ്റ്റാറ്റിക് ആയിട്ടും ഇങ്ങനെയായിട്ടും കൊടുക്കാം. പക്ഷേ ബെറ്റർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് കൊടുക്കുന്നതായിരിക്കും. അപ്പം നെറ്റ്വർക്ക് പ്രശ്നങ്ങളും വൈഫൈ ഇന്റർനെറ്റ് കിട്ടാത്തൊരു പ്രശ്നം വരത്തില്ല. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിളിന്റെ 8 എന്നുള്ള DNS കൊടുക്കാം. ഇത് ഓട്ടോമാറ്റിക് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ റൗട്ടറിന്റെ DNS എടുക്കും. റൗട്ടറിൽ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന DNS എടുക്കും. അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിന്റെയും നമുക്ക് ക്ലൗഡ് ഫ്ലയറിന്റെയും DNS കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലേ. ഇത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ മതി. ഓക്കെ നമ്മൾ സേവ് ചെയ്യും. ജസ്റ്റ് വെബ് പേജ് ആക്സസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു വെബ് പേജ് എടുക്കുവാണ്. ജസ്റ്റ് msn.com. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ആവുന്നുണ്ടല്ലേ. നമുക്ക് വെബ്സൈറ്റ് ലോഡായി. നിങ്ങൾ ഈ ഒരു DNS ഓട്ടോമാറ്റിക് കൊടുക്കാതെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ബ്രൗസിംഗ് സ്പീഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൗസ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്മെന്റ്സ് കിട്ടും, സ്പീഡ് ഇംപ്രൂവ്മെന്റ്സ്. ഇങ്ങനെ കൊടുക്കുക. ഞാൻ കൊടുത്തേക്കുന്ന ഒരു DNS കൊടുക്കുക. IP അഡ്രസ് ഒബ്റ്റൈൻ ഓട്ടോമാറ്റിക് കൊടുത്താൽ മതി. കാരണം അതിന് നിങ്ങളുടെ മോഡം തന്നെ ഓട്ടോമാറ്റിക് ഒരു IP അസൈൻ ചെയ്തോളും. ഓക്കെ, ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഫസ്റ്റ് ചെക്കാണ്. നിങ്ങളുടെ നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഈ IP ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഒബ്റ്റൈൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് മാക്സിമം നമ്മുടെ നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ IP എടുത്ത് വർക്ക് ചെയ്യാൻ ഒരു 99% ഇഷ്യൂസ് വർക്ക് വരില്ല. നമ്മുടെ ഇന്റർനെറ്റ് കിട്ടും നമുക്ക്. ഇതൊരു കാര്യം. പിന്നെ നിങ്ങൾ അല്ലാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിവിടെ ഡയഗ്നോസ് ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ. ഈ ഡയഗ്നോസ് ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഇന്റർനെറ്റിന്, നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഇന്റർനെറ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ ഈ ഡയഗ്നോസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ തന്നെ ഫിക്സ് ചെയ്യും. ജസ്റ്റ് കാണിച്ചു തരാം. ഡയഗ്നോസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വിൻഡോസിന്റെ എന്തെങ്കിലും ഒരു ഇഷ്യൂ കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്റർനെറ്റ് കിട്ടാത്തതെങ്കിൽ ഇത് ഡയഗ്നോസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പ്രോബ്ലംസ് എല്ലാം ഡിറ്റക്ട് ചെയ്തിട്ട് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഫിക്സ് ചെയ്ത് നമുക്ക് ഇന്റർനെറ്റ് ആക്ടിവേറ്റ് ആവും. ഇവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈഫൈ അഡാപ്റ്റർ ഒക്കെ ഡിസേബിൾ ചെയ്ത് എനേബിൾ ചെയ്തൊക്കെ തരും നമുക്ക്. അപ്പോൾ അത് ഫിക്സ് ആവുന്നെങ്കിൽ അങ്ങനെ ആകട്ടെ എന്നുള്ള രീതിയിൽ ഈ ഒരു ഫീച്ചർ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതും ഒരു ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് ഇന്റർനെറ്റ് കിട്ടുന്നില്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് ഫിക്സ് ചെയ്യാറുണ്ട്. അപ്പൊ എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഇത് കാണുന്നതെന്നുള്ളതും ഇത് കഴിയുമ്പോൾ ഇത് പറയും റിസൾട്ട്സ് ആയിട്ട്. അപ്പോൾ എന്റെ കേസിൽ എനിക്കൊരു ഇഷ്യൂ ഇല്ലാത്തത് കൊണ്ട് ട്രബിൾ ഷൂട്ടിംഗ് കുഡന്റ് ഐഡന്റിഫൈ ദി പ്രോബ്ലം എന്നുള്ള രീതിയിൽ എനിക്കൊരു ഫീഡ്ബാക്ക് വന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു മേജർ ആയിട്ടുള്ള ഒരു നമുക്ക് ചെക്സ് നമ്മുടെ സൈഡിൽ ചെയ്യാൻ പറ്റുന്നത്, എന്തുകൊണ്ടാണ് ഇന്റർനെറ്റ് കിട്ടാത്തതെന്നുള്ളത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഒരു ഡിവൈസിൽ, മൊബൈലിലോ അല്ലെങ്കിൽ ടാബ്ലറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസിൽ ഇന്റർനെറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യുക. അതോ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ മാത്രമേ കിട്ടാതിരിക്കുന്നുള്ളൂ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ മോഡം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓൺ ആക്കി നോക്കാം. അവിടെയും നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു മോഡത്തിന്റെ സൈഡിലെ പ്രശ്നമാണെങ്കിൽ ഇന്റർനെറ്റ് പെട്ടെന്ന് രജിസ്റ്റർ ആയിക്കോളും. ഇതൊന്നും അല്ല, ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും മാത്രമേ കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ചെയ്യുക. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാക്സിമം ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ എല്ലാ കമന്റ്സിലും എനിക്ക് എത്തിപ്പെടാൻ പറ്റില്ല, എന്നാലും ഞാൻ മാക്സിമം നിങ്ങളുടെ കമന്റ്സ് എല്ലാം റീഡ് ചെയ്യാറുണ്ട്. അപ്പം ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.